എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫേസ്ബുക്ക് ലൈവിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇങ്ങനെയൊരു ലൈവ് വരാനുണ്ടായ കാരണം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, മതങ്ങൾ, നിങ്ങൾ ആ ടൈറ്റിൽ നോക്കിയാൽ അറിയാം, മതങ്ങൾ മനുഷ്യനെ മാനസികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മതം എന്ന് പറഞ്ഞാൽ സാധാരണയായി മതത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ ഡെഫിനിഷനുകൾ സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളുമൊക്കെ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നരവംശ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ മതത്തെക്കുറിച്ച് അനേകം ഡെഫിനിഷനുകൾ അക്കാഡമിക് ലോകത്തിന് നൽകി തന്നിട്ടുണ്ട്. മതമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ആശയങ്ങൾ, വിവിധങ്ങളായ ആശയങ്ങൾ, ദൈവത്തെ സംബന്ധിച്ചും ഒക്കെ ആശയങ്ങൾ രൂപപ്പെടാറുണ്ട്. മതമെന്ന് പറഞ്ഞാൽ ആശയം എന്നുള്ള അർത്ഥത്തിലാണ് ജനറലായി മനസ്സിലാക്കുന്നതെങ്കിലും മതം അല്ലെങ്കിൽ റിലീജിയൻ എന്ന പദം സാധാരണയായി വിശ്വാസവുമായി, ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മതത്തെക്കുറിച്ചുള്ള ഒരു പഠനം കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവിലാണ് ഇപ്രകാരം ഒരു തുറന്ന ആശയവിനിമയത്തിന്, ഒരു തുറന്ന ചർച്ചയ്ക്ക് പലപ്പോഴും ദൈവശാസ്ത്ര ലോകവും സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളുമൊക്കെ മുന്നിട്ടിറങ്ങുന്നത്. മതത്തെക്കുറിച്ച് പഠിക്കുവാൻ സാധാരണയായി ശ്രമിക്കുന്നത് സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും തിയോളജിയൻസുമാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ തിയോളജിയൻസ്, നരവംശ ശാസ്ത്രജ്ഞന്മാർ അഥവാ ആന്ത്രോപോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളുമാണ്. മതം എപ്പോഴാണ് രൂപപ്പെട്ടത്? ദി ഒറിജിൻ ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് റിലീജിയൻ, അതൊരു പഠന മേഖലയാണ്. അതിനുശേഷം നമ്മൾ മതത്തെക്കുറിച്ച് പഠിക്കുന്നത് മതം എങ്ങനെയാണ് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ വളർന്നത്, ദ ഡെവലപ്മെന്റ് ഓഫ് റിലീജിയൻ ഇൻ ദ സൊസൈറ്റി, സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് റിലീജിയൻ, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് മതം മനുഷ്യനുണ്ടായ കാലം മുതൽ, മനുഷ്യന്റെ ചരിത്രം ചരിത്രകാരന്മാർ എഴുതി തുടങ്ങിയ ഒരു കാലം, അങ്ങനെ പറയാൻ പറ്റും. കാരണം മനുഷ്യ ചരിത്രം എഴുതുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. മനുഷ്യചരിത്രം എഴുതുക എന്ന് പറയും. മനുഷ്യന്റെ മുഴുവനും ചരിത്രം എഴുതിയിട്ടുണ്ടെന്ന് ഒരു ഹിസ്റ്റോറിയൻസും വിശ്വസിക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, പലപ്പോഴും ഈ ബൈബിൾ കയ്യിൽ വെച്ചിട്ട് മനുഷ്യന്റെ ചരിത്രം മുഴുവനും ബൈബിളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരെ സാധാരണഗതിയിൽ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റുകളെന്നും ഫണ്ടമെന്റലിസ്റ്റുകളെന്നും എക്സ്ക്ലൂസീവിസ്റ്റുകളെന്നും ഒക്കെയാണ് വിളിക്കുക.
കുറച്ചുകൂടെ പറഞ്ഞാൽ ഇവാഞ്ചലിക്കൽസ് എന്ന് വിളിക്കും. മനുഷ്യൻ്റെ ചരിത്രം എഴുതുക എന്ന് പറയുമ്പോൾ അത് ഹിസ്റ്റോറിയൻസിൻ്റെ ജോലിയാണ്. അവരാണത് എഴുതുന്നത്. ഇപ്പോൾ ഒറിജിൻ ഓഫ് റിലീജിയനും സോഷ്യോളജി ഓഫ് റിലീജിയനും ആന്ത്രോപോളജി ഓഫ് റിലീജിയൻ, നരവംശാസ്ത്രജ്ഞന്മാർ മനുഷ്യവംശമുണ്ടായ കാലഘട്ടം മുതലുള്ള മനുഷ്യൻ്റെ ചരിത്രം, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എഴുതുന്നു. പിന്നീട് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ, സോഷ്യോളജി ഓഫ് റിലീജിയൻ, ആന്ത്രോപോളജി ഓഫ് റിലീജിയൻ, ഫിലോസഫി ഓഫ് റിലീജിയൻ, അതാണ് പിന്നീട് ഈ തിയോളജി ആയിട്ട് മാറുന്നത്. കാരണം ഫിലോസഫി എന്ന് പറയുമ്പോൾ തന്നെ ദൈവശാസ്ത്രത്തിലുള്ള വിവിധങ്ങളായ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഫിലോസഫി ഓഫ് റിലീജിയൻ. അപ്പം മതങ്ങളുടെ ഫിലോസഫി പഠിക്കുവാനുള്ള ശ്രമം. ഇങ്ങനെ മതത്തെ പഠിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോഴാണ് മതം എന്താണെന്നും മതം എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിച്ചതെന്നും മതം വരുത്തിവെച്ച വിനകൾ എന്തൊക്കെയാണെന്നും മതത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. അതിലേറ്റവും പുരാതനമായ മതപഠനത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പ്രേരണ നൽകുന്ന ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു മേഖലയാണ് ആനിമിസം എന്ന് പറയുന്നത്. ആനിമിസം, ANIMISM, ആനിമിസം. ഈ ആനിമിസം ഏറ്റവും പുരാതനമായ മത പഠന മേഖലയാണ്. മതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആനിമിസമാണ് ഏറ്റവും പുരാതന മതം. മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, അതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. EB ടൈലറിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ, ആന്ത്രോപോളജിസ്റ്റുകൾ, മതത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ അതിന് ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. മതത്തിൻ്റെ കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് റിലീജിയൻ, മനഃശാസ്ത്രപരവും സാമൂഹ്യപരവുമായ വളർച്ചയെക്കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. കോഗ്നിറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ്, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടത്? ബൈബിൾ കയ്യിലെടുക്കുന്ന, ബൈബിൾ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ റിലീജിയൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഒരു തീവ്രവാദ വിശ്വാസിയായിരിക്കുന്നവർക്ക്, മതഭ്രാന്ത് പിടിച്ച് എല്ലാ മതങ്ങളെയും അധിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതങ്ങളെയോ മറ്റ് വിശ്വാസാചാരങ്ങളെയോ ബഹുമാനിക്കാതെ തങ്ങളുടെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർ അവരുടെ തീവ്രവാദ നിലപാടുകളിലും എക്സ്ട്രീമിസ്റ്റ് വ്യൂയിലും എക്സ്ക്ലൂസിവിസ്റ്റായും ഫണ്ടമെൻ്റലായും മുന്നോട്ട് യാത്ര ചെയ്താൽ മതി. നിന്നെയും കൊല്ലും ഞാനും ചാകും, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. നിന്നെയും കൊല്ലും ഞാനും ചാകും. അവരെ ഒന്നും തിരുത്താൻ പറ്റുകയില്ല. ബുദ്ധി അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവരുടെ ബുദ്ധി പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അവരുടെ ബുദ്ധി പ്രവർത്തിക്കാത്തത്. ജോലി കിട്ടാൻ ആവശ്യമായ
ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ അവരുടെ ബുദ്ധി നന്നായി പ്രകാശിക്കുകയും വിശ്വാസങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും പഠിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളോട് ദൈവം എന്നും സംസാരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു. അതിൽ ഒരു പാസ്റ്റർ വിശ്വാസത്തിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെ വീട്ടിൽ പ്രസവിക്കുവാനായിട്ട് നിർബന്ധിച്ചു. അവർ രണ്ടും ഒരേ തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ. ദൈവം അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് മരിച്ചുപോയി. ആ വാർത്തയൊക്കെ കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ലൈവ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചത്. ഇനി ഇതിനവരെ കൊടുക്കുന്ന മറുപടി ഇതായിരിക്കും: ഒന്ന്, ദൈവഹിതം നിറവേറി, സ്തോത്രം. ഇവർക്കൊന്നും ഇതിന് ആൻസർ ഇല്ല കേട്ടോ. ഇവരെല്ലാം ആൻസറുമായിട്ട് വരും. പഞ്ചായത്തിൻ്റെ അധികാരികളും മറ്റ് നിയമപാലകരും അവരെ നിർബന്ധിച്ചുവെങ്കിലും കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവർ പറഞ്ഞു എന്നാണ് പഞ്ചായത്ത് മെമ്പറുടെ സാക്ഷ്യം. ആ കുഞ്ഞ് മരണപ്പെട്ടു. എത്ര ഭീകരമാണ് മതതീവ്രവാദ വിശ്വാസം, അപകടകരമായ വിശ്വാസം. ഭാരതീയ സമൂഹത്തിൽ ഇപ്രകാരമുള്ള വിശ്വാസങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട് എന്നുള്ളത് ഞാനിവിടെ മറക്കുന്നില്ല. മറ്റു മതവിഭാഗങ്ങളുമുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം ചിന്തിച്ചാൽ മതിയല്ലോ. കൂടുതലായി ക്രിസ്ത്യാനികളാകുന്ന നാം ഏത് സഭയോ ഏത് വിശ്വാസമോ ഇതൊന്നും ഒരു വിഷയമല്ല. എല്ലാ സഭാവിഭാഗങ്ങളിലും ഇത്തരത്തിൽ വിവിധങ്ങളായ അന്ധമായ വിശ്വാസങ്ങളുണ്ട്. അന്ധവിശ്വാസം, അതിനെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നമ്മൾ സാധാരണ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്തെളുപ്പമല്ലേ? ഒരു വാക്യം പറയാൻ എളുപ്പമാണ്. പക്ഷേ വാക്യം പറയാൻ എളുപ്പമാണ്. 10 പേരോട് ഈ വാക്യം ചെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ കേരളത്തിൽ നടന്ന ഈ ദാരുണമായ സംഭവം, ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പൂർണ്ണമായി ദൈവത്തിൽ അദ്ദേഹം അർപ്പിച്ചു. 100% അദ്ദേഹം അർപ്പിച്ചു. തൻ്റെ ഭാര്യയുടെ പ്രസവം വീട്ടിൽ തന്നെ നടത്തും, കർത്താവ് അതിനുമേൽ ഇടപെടും എന്ന് അദ്ദേഹം 100% വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അവഹേളിക്കുവാൻ എനിക്ക് അധികാരമില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. എന്നാൽ ആ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലല്ല, പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട് ഇവിടെ പറയാൻ എനിക്കും ചില കാര്യങ്ങളുണ്ട്. അത് പറയാൻ ഉള്ള അവകാശമുണ്ട്. കാരണം മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. അത് പ്രിന്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു, ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലുകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു. ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ക്രിസ്ത്യാനികൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി. ഇവിടെ പലരും മതത്തിൻ്റെ പേരിൽ അടിക്കുന്നുണ്ട്. ഓർത്തഡോക്സ്, യാക്കോബായ സഭകൾ സമൂഹത്തിൽ പരസ്യമായി തമ്മിലടിക്കുന്നു. അത് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യും. അത് ക്രിസ്ത്യാനികൾക്ക് അപമാനകരമാണ്. എല്ലാ സഭകളെയും സ്നേഹിക്കുന്ന, എല്ലാ സഭകളെയും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതെന്നെ വിഷമിപ്പിക്കുന്നു. ഞാനൊരു എക്സ്ക്ലൂസീവിസ്റ്റ് അല്ല, ഞാനൊരു ഇൻക്ലൂസീവിസ്റ്റാണ്. യാതൊരു സംശയവുമില്ല. ഞാനൊരു എക്യുമെനിക്കൽ പേഴ്സണാണ്. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭകൾ വരെയുള്ള സഭകളെ
ഉൾക്കൊള്ളുവാനുള്ള മാനസിക വിശാലതയും മനസ്സും എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വിഷമം വരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖമായി നടത്തുന്ന കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം, അവിടെയും വലിയ നാണക്കേടാണ് ക്രൈസ്തവ സമൂഹത്തിന് വന്നിട്ടുള്ളത്. അതും വേദനിപ്പിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ പറയട്ടെ. അപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ സഭ പ്രശ്നങ്ങൾ, ഇതെല്ലാം മതവുമായി ബന്ധപ്പെട്ടതാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആ ടൈറ്റിലിൽ ഞാൻ കുറേ പദങ്ങൾ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രീമിസം, ഫണ്ടമെന്റലിസം, എക്സ്ക്ലൂസീവിസം. മതങ്ങളുടെ ഉൽപ്പത്തി മുതൽ ഇതാരംഭിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. ഏറ്റവും പുരാതനമായ മതവിശ്വാസ സമൂഹമായി അനിമിസം, അവിടെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അപ്പോൾ ഇതെല്ലാം തന്നെ മനുഷ്യനെ എങ്ങനെ സ്വാധീനിച്ചു, അവൻ്റെ കോഗ്നിറ്റീവ്, അവൻ്റെ ബിഹേവിയറിനെ എങ്ങനെ സ്വാധീനിച്ചു, അവൻ്റെ സ്വഭാവത്തെ മതങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ലൈവ്, രക്തദാഹിയായ ദൈവം. രക്തദാഹിയായ ദൈവം, ഒരു പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. നിന്നെ കീറി കളയുന്ന ദൈവം, നിന്നെ കീറി വലിച്ച് പോസ്റ്റിൽ ഒട്ടിക്കുന്ന ദൈവം. അങ്ങനെയുള്ള മതതീവ്രവാദികൾക്കുള്ള മറുപടി കൂടിയാണിത്. നിന്നെ കീറി പോസ്റ്റിൽ വലിച്ച് കീറി ഒട്ടിക്കുന്ന ദൈവം. ഇന്നത്തെ ഗുണ്ടകളെക്കാളും വില്ലന്മാരെക്കാളിലും വൃത്തികെട്ട രീതിയിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന കുറെ പ്രസംഗകർ, അവർക്കിത് കൊള്ളും, നന്നായി കൊണ്ടിട്ടുണ്ട്. മറ്റു മതങ്ങളിലെ രക്തദാഹികളായ ദൈവത്തെ ക്രിസ്തീയ സഭയുമായും വിശ്വാസവുമായും ചേർത്തിണക്കി പ്രസംഗിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിലൊന്നാണ് യഹൂദ മതം. ആ യഹൂദ മതത്തിൻ്റെ ഔദ്യോഗിക പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തക ശേഖരം എൻ്റെയും നിങ്ങളുടെയും കൈവശമുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പുസ്തകം വരെ ഉള്ളത് ക്രൈസ്തവ സഭയും അംഗീകരിക്കുകയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ക്രിസ്തീയ സഭകൾക്കും ക്രിസ്തീയ വിശ്വാസത്തിനും ആവശ്യമായ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും എടുക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അത് ഇസ്രയേലൈറ്റ് റിലീജിയൻ്റെ യഹൂദ മതത്തിൻ്റെ പുസ്തകം കൂടെയാണ് പ്രഥമമായി എന്നുള്ളത് മറന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ. ഞാൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായത് യേശുവും അപ്പോസ്തലന്മാരും പഴയ നിയമ തിരുവെഴുത്തുകളെ എങ്ങനെ ഉപയോഗിച്ചു. ഇത് കേൾക്കുമ്പോൾ കലി വരുന്ന ചിലരുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുന്ന മൊത്തം കേൾക്കുക. യേശുവും അപ്പോസ്തലന്മാരും പഴയ നിയമ തിരുവെഴുത്തുകളെ ഉപയോഗിച്ചിട്ടുണ്ട്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ ഒരുപാട് ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊട്ടേഷൻസ് ഉണ്ട്. അതിന് വ്യാഖ്യാനങ്ങൾ അപ്പോസ്തലന്മാർ കൊടുക്കുന്നു. ലേഖനങ്ങളിലുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ആവശ്യമുള്ളത് യേശുവും അപ്പോസ്തലന്മാരും എടുത്ത് കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാണ് കൃത്യമായ വ്യാഖ്യാന രീതി. അത് മതി ക്രിസ്തീയ സഭയ്ക്ക്. ബൈബിൾ മാത്രമെന്ന് വിശ്വസിക്കുന്ന, സോളാ സ്ക്രിപ്ചറ മാത്രമെന്ന് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം, യേശുവിനേക്കാളിലും അപ്പോസ്തലന്മാരെക്കാളിലും സോളാ സ്ക്രിപ്ചറായി എടുക്കുന്നവർ മുൻപോട്ട് പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ
മുറിക്കകത്തിരുന്ന് പ്രാർത്ഥനാ മുറിയിൽ കിട്ടുന്നത് വെളിപ്പാട്, വചന വെളിപ്പാടെന്നൊന്നും പറയരുത്. കാരണം സോളാ സ്ക്രിപ്ചറ എടുക്കുന്നവർ യേശു അപ്പോസ്തലന്മാരും പറഞ്ഞതെടുത്താൽ മതി. അതിന് മുന്നോട്ട് നിങ്ങൾ പോകുന്നെങ്കിൽ സോളാ സ്ക്രിപ്ചറയ്ക്ക് വെളിയിലാണ് പോകുന്നത്. കാരണം ഈ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് മനുഷ്യന്റെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോൾ തോന്നുന്നതെല്ലാം വചന വെളിപ്പാടാണെന്ന് പറഞ്ഞ് വെളിവുകേട് വിളമ്പി ജനത്തിൻ്റെ കയ്യടിയും ഒക്കെ വാങ്ങിച്ച് മാനസിക സംതൃപ്തി അണയുമ്പോൾ നിങ്ങൾ നടത്തുന്നത് സൈക്കോളജിക്കൽ മാനിപ്പുലേഷനാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ മാനസികമായി ആളുകളെ ചൂഷണം ചെയ്തു, വികാരങ്ങളെ ഇളക്കിയും ഉന്മാദത്തിൻ്റെ എക്സ്റ്റസി, ഇമോഷണൽ എക്സ്റ്റസിയുടെ പാരമ്യത്തിലെത്തിച്ച് തോൽവാദ്യങ്ങളുടെ അകമ്പടിയോടെ തോലുകൊണ്ടുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ച് നല്ല ശബ്ദമുണ്ടാക്കി. ഇപ്പോൾ കുറച്ചുകൂടെ ഡെവലപ്പായി. ഡെവലപ്മെൻറ്റ് വേണമല്ലോ അല്ലേ? ഇപ്പോൾ അത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് മാറി, റിഥമിലേക്ക് മാറി. ഞാനൊരു വർഷിപ്പ് ലീഡറും കൂടെ ആയിരുന്നു. അങ്ങനെ ഒരു തസ്തികയൊന്നും ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഇല്ല. എങ്കിൽ പോലും ഞാനും ഈ ആരാധന ലീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരാധന ലീഡ് ചെയ്യാനൊന്നും പറ്റുകയില്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പാടാൻ അറിയാൻ വയ്യാത്ത ആളല്ല, പാടുന്നയാളാണ്. എല്ലാ ആധുനിക സംഗീത ഉപകരണങ്ങളും ഉപയോഗിച്ച് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതത്തിൻ്റെ ചൂഷണമാണ്. അപ്പം മാനസികമായ ആളുകളെ ചൂഷണം ചെയ്യുന്നതായ ഒരു നിലപാടാണ് മതങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുള്ള ഒരു മത സംവിധാനത്തിലേക്കാണ് യേശു വന്നിട്ട് സുവിശേഷ ഭാഗങ്ങളിൽ കൃത്യമായി ഈ മത സംവിധാനത്തെ ഇടിച്ച് അടിച്ച് ഉടച്ചു കളയുകയാണ്. എന്നാൽ യേശു ഉടച്ചു കളഞ്ഞതും യേശു നീക്കിക്കളഞ്ഞതുമായ മത സംവിധാനത്തെ വീണ്ടും കെട്ടിപ്പൊക്കാനുള്ള ശ്രമം നടക്കും. ഈ ആരാധനാലയങ്ങൾ ഉണ്ടായതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ലതല്ലേ. അതിനെതിരല്ല ഞാനീ പറയും. മനുഷ്യ മനസ്സുകളെ ചൂഷണം ചെയ്യുന്നതായ മത സംവിധാനത്തിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആരാധനാലയങ്ങളുടെ കാര്യമോ പുരോഹിതന്മാരിടുന്ന വസ്ത്രത്തിൻ്റെ കാര്യമോ ആലയത്തിൻ്റെ അകത്ത് നന്നായി ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യമോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ അതിനൊന്നും എതിരുള്ള ആളല്ല. എതിരുള്ളവർ അവർക്കില്ലാത്തത് കൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല പള്ളികളും നല്ല പൗരോഹിത്യ വസ്ത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസൂയ, ഭയങ്കര അസൂയ. കാരണം ഇല്ലാത്തവന് ഭയങ്കര അസൂയായിരിക്കും. ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ അസൂയ? ആ അസൂയാലുക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെതിരെ ഒന്നുമല്ല ഞാൻ പറയുന്ന ചിന്തകൾ. അപ്പോൾ ഈ മതം അവൻ്റെ കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്, ബിഹേവിയറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഒരുപാട് കാര്യങ്ങൾ മതവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പഴയ നിയമം ബൈബിളിലെ പഴയ നിയമം എന്ന് പറഞ്ഞാൽ ജൂയിഷ് ടെക്സ്റ്റാണ്. ഇസ്രായേലൈറ്റ് റിലീജിയൻ്റെ, യഹൂദ മതത്തിൻ്റെ പുസ്തകമാണ്. ചിലർക്ക് ഇത് കേൾക്കുമ്പോഴേ ചില ആൾക്കാർക്ക്, അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ അക്കാഡമിക്കായിട്ടൊന്നും ചിന്തിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മുറിവൈദ്യന്മാരുടെ പ്രസംഗവും അറിയില്ല. മുറിവൈദ്യന്മാർ മോഡേൺ മെഡിസിനാണ്, അംഗീകരിക്കപ്പെട്ട ഒരു മെഡിസിൻ എന്ന് പറയും. അപ്പോൾ ഈ മോഡേൺ മെഡിസിനെതിരെ, ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ ഒരുപാട് തരത്തിൽ ഈ
മുറിവൈദ്യന്മാർ വരുന്നുണ്ട്. മുറിവൈദ്യന്മാരാ, എവിടുന്നേലും ഒരു ഡോക്ടർ എന്നൊക്കെ വെച്ചിട്ട് മുറി അല്ലെങ്കിൽ വൈദ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയായ വൈദ്യങ്ങളുണ്ട്. ആയുർവേദം അംഗീകരിക്കപ്പെട്ടതാണ്, നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. എന്നാൽ മുറി വൈദ്യന്മാരുണ്ട്. അവർ ഈ മുറി വൈദ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ ഉള്ള പ്രശ്നം, അവർ പതുക്കെ പതുക്കെ ആ രോഗിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പം ഈ മതതീവ്രവാദികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളെ മാനസികമായി അടിച്ചമർത്തുകയും അവരെ മാനസികമായി രോഗികളാക്കുകയും ശപിക്കുകയും ഭയപ്പെടുത്തുകയും. ഇപ്പം മതം ഉണ്ടായത് തന്നെ ഭയത്തിൽ നിന്ന്. ഒറിജിൻ ഓഫ് റിലീജിയൻ, മതം ഉണ്ടായത് തന്നെ ഭയത്തിൽ നിന്ന്. അവരുടെ ബിഹേവിയറിനെ അത് സ്വാധീനിച്ചു. അതാണ് ഞാൻ പറയുന്നത് കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഈ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് സൈക്കോളജിക്കലായി ആളുകളെ ഭയപ്പെടുത്തുകയാണ്. എല്ലാവരും ഒരുപോലെയല്ല. ചിലത് കാര്യങ്ങൾ കേട്ടാൽ ഭയപ്പെടും. ചില ആൾക്കാർക്ക് ലിഫ്റ്റിൽ കയറുന്നത് പേടിയാണ്. ഉയരത്തിലേക്ക് ഇങ്ങനെ ലിഫ്റ്റിൽ കയറി പോകുന്നത്, അല്ലെങ്കിൽ ഉയരത്തിലുള്ള ഒരു കെട്ടിടത്തിലേക്ക്, ഒരു മുറിയിലേക്ക് അവർ നിന്നിട്ട് താഴേക്ക് നോക്കുന്നവർക്ക് പേടിയാണ്. എല്ലാവരും അങ്ങനല്ല. ചിലർക്ക് വെള്ളം കണ്ടാൽ പേടിയോ, വലിയ വെള്ളച്ചാട്ടോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കണ്ടാൽ പേടിയാണ്. ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ലിഫ്റ്റിൽ കയറിയാൽ ചിലർക്ക് പേടിയാണ്. ലിഫ്റ്റിങ്ങിന് മുകളിലോട്ട് പോവുകയാണ്, ഉയരത്തിലേക്ക് ഇങ്ങനെ പോകുക, അവർക്ക് പേടിയാണ്. എല്ലാവരും ഒരുപോലല്ല. അപ്പം ഈ മാനസികമായി ദുർബലരായ ആളുകളെ ഭയപ്പെടുത്തി അവരുടെ മനസ്സിനെ സ്വാധീനിച്ച് തങ്ങളുടെ കൈവശമാക്കി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആണ് ഇന്ന് പല തീവ്രവാദ വിശ്വാസങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നത്. ആളുകൂടും. കാരണം ഈ ആള് കൂടാനുള്ള ടാക്ടിക്സ്, തന്ത്രങ്ങൾ, ഇവർക്കറിയാം. ക്രിസ്തീയ മതത്തിൽ മാത്രമാണോ ആള് കൂടുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള TV ചാനലുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. മറ്റു മതങ്ങളുടെ എത്ര ആയിരക്കണക്കിന് ചാനലുകളാണ് ക്രിസ്തീയ ചാനലുകളെക്കാളിലും കൂടുതൽ നിങ്ങളുടെ കേബിൾ TVയിൽ, നിങ്ങളുടെ ടെലിവിഷനിൽ ഉള്ളത്. നിങ്ങളൊന്ന് എടുത്തു നോക്ക്. തുള്ളിച്ചാടുന്നു, കൈയടിക്കുന്നു, ചാടി മറിയുന്നു, ആടുന്നു. ചിലർ ഇങ്ങനെ ഇരുന്ന് ആടുന്നു, ചിലർ ഇങ്ങനെ ഇരുന്ന് ആടുന്നു, ചിലരിങ്ങനെ അടിക്കുന്നു, ചിലർ തുള്ളിച്ചാടുന്നു, മേളിലോട്ട് താഴോട്ട് ചാടുന്നു, ചിലർ കൈ ഇങ്ങനെ അടിക്കുന്നു, ഒന്നുകൂടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ചിലർ ഇങ്ങനെ അടിക്കും. ഇത് നിങ്ങളുടെ കേബിൾ TV എടുത്ത് വെച്ച് നിങ്ങൾ നോക്കുക. ക്രിസ്തീയ ചാനൽ മാത്രമല്ല, ഇവിടെ മറ്റ് മതങ്ങളുടെ എല്ലാ ചാനലുകളിലും ഈ പാട്ട് പരിപാടിയും ബഹളവും തുള്ളലും ചാട്ടവും പിന്നെ മറ്റ് ഭാഷകൾ പറയുന്ന എക്സ്റ്റസിയും ഒക്കെ നടക്കുന്നുണ്ട്. ന്യൂ ഏജ് മൂവ്മെന്റ്സ് ഇഷ്ടം പോലെ ടെലിവിഷൻ ചാനലുകളാണ്, റിലീജിയസ് ചാനലുകളാണുള്ളത്. നിങ്ങളൊന്ന് എടുത്തു നോക്കുക. രോഗസൗഖ്യമുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നതുണ്ട്, എക്സോസിസംസ് എല്ലാം ലൈവായിട്ട് കാണാം. മറ്റു ഭാഷകളൊക്കെ ഇങ്ങനെ സംസാരിക്കുക, നിയന്ത്രണം വിട്ടിട്ട് ഉന്മാദത്തിൻ്റെ ലഹരിയിൽ സംസാരിക്കുക. അതെല്ലാം പിശാചാണെന്ന് പറയുകയും തങ്ങളുടേത് മാത്രം വിശുദ്ധമാണെന്ന് പറയുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് അക്കാഡമിക് സ്റ്റഡിയുടെ ആവശ്യം. ഇത് ചിലർക്ക് പഠിക്കാൻ പേടിയാണ്. കാരണം തങ്ങളുടേതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെപ്പോലെ ഇരിക്കുന്നവർക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? എന്ത് അക്കാഡമിക്സ് ആണ് അങ്ങനെയുള്ളവർക്കുള്ളത്? അവരുടെ അക്കാഡമിക്സ് എന്ന് പറയുന്ന പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയാണ്. ഗവേഷണം പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ട് അവർക്ക് ഗവേഷണം പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ഒരിക്കലും ഗവേഷണം നടത്താൻ പറ്റുകയില്ല. നടത്തിയാലും എവിടെ വരെ പോകും? ആ കിണറ്റിൻ്റെ അകത്ത് തന്നെ ഗവേഷണം നടത്തും. കിണറ്റിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ഗവേഷണം നടത്തി പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെപ്പോലെ ഇതാണ് ലോകം, ഇതാണ് സ്വർഗം, ഇതാണ് സഭ എന്ന് പറഞ്ഞിരിക്കുന്ന റിലീജിയസ് എക്സ്ട്രീമിസ്റ്റുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടവരുമാകാം. കത്തോലിക്ക സഭ മുതൽ ന്യൂ ജനറേഷൻ സഭ വരെ ഉള്ളവരും ഇതിൻ്റെ അകത്ത് പെടും. ഒരു സഭയെ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് മാറ്റി നിർത്തുന്നില്ല.
മാനസികമായ ആളുകളെ സമ്മർദ്ദത്തിലാക്കുക, മാനസികമായ ആളുകളെ പേടിപ്പിക്കുക, കൺഫ്യൂഷനിലാക്കുക. നരകത്തിൽ പോകും, നരകത്തിൽ പോകും, നരകത്തിൽ പോകും, നരകത്തിൽ പോകും. നിന്നെ വെട്ടി കീറിക്കളയും, നിന്നെ കീറി വലിച്ച് കീറി നിന്നെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. നല്ലൊരു അടക്കം പോലും നിനക്ക് കിട്ടത്തില്ല. കാരണം മൊത്തത്തിൽ പോയി നിന്നെ ഒടിച്ച് പറിച്ച് ഒരു പരുവമാക്കും. ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ വരും. ഇതെല്ലാം മതത്തിൻ്റെ, യേശു പഠിപ്പിക്കാത്ത, യേശുവിനെ അറിയാത്ത കുറേ ആളുകളുടെ വെറും ഭയപ്പെടുത്തുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. മതങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. പ്രീ ഹിസ്റ്റോറിക് റിലീജിയൻസ്, അപ്പർ പാലിയോലിത്തിക് എക്സ്പാൻഷൻ, പാലിയോലിത്തിക് ഏജ്, നിയാൻഡ്രത്താൽ മനുഷ്യൻ, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം എന്താ? അവിടെയൊക്കെ മതത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രീ ഹിസ്റ്റോറിക് റിലീജിയൻസ്, പാലിയോലിത്തിക് ഏജ്, നിയാൻഡ്രത്താൽ മനുഷ്യൻ, ആദിമ മനുഷ്യനെക്കുറിച്ച് പഠിക്കുക. അവിടെ തുടങ്ങിയതാണ് ഈ മതം. പേടിപ്പിക്കൽ അവിടെ തുടങ്ങിയതാണ്. എന്താണ് ഇങ്ങനെ സംഭവം? ഈ പേടിപ്പിക്കുന്നത് മൂലം ഇപ്പോൾ ഒരു റിലീജിയസ് ലീഡർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ തൻ്റെ അണികളെ സ്വാധീനിച്ച് കീഴിൽ നിർത്തുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു മത നേതാവ് കൂടിയിരിക്കുന്ന വിശ്വാസികളെ ഇങ്ങനെ ഭയപ്പെടുത്തുക, നെഗറ്റീവ് എനർജി അവരിലേക്ക്, കാരണം അവരത് വിശ്വസിക്കുക. അയ്യോ ശരിയാണേ ഏമാനെ, അയ്യോ ശ്രേഷ്ഠദാസനെ, അഭിഷക്തനെ, ദൈവത്തിൻ്റെ കാണപ്പെട്ട ദാസനെ അങ്ങ് പറയുന്നത് ശരിയാണേ എന്ന് പറയുമ്പോൾ ഈ വലിയ ദാസൻ പറയുന്നത് താഴെയുള്ള അടിമകൾ വിശ്വസിച്ചുകൊണ്ട് അവർ പറയും, യോ ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായി? നെഗറ്റീവ് എനർജി കുത്തിവെക്കുകയാണ്. നിങ്ങൾ വെറുതെ അവിടെയൊക്കെ പോയി ഇരുന്ന് ആവശ്യമില്ലാത്ത ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് വരല്ലേ. അങ്ങനെയുള്ളവരുടെ കൈവപ്പ് നിങ്ങൾ വാങ്ങിക്കരുത്. ആവശ്യമില്ലാതെ നിങ്ങളുടെ തല കൊണ്ട് വെച്ചു കൊടുക്കരുത്. നിങ്ങളുടെ തല ഒരിക്കലും പാണ്ടിലോറിക്ക് അടിയിലോട്ട് വെച്ചു കൊടുക്കരുത്. ആവശ്യമില്ലാത്ത ആത്മാവെല്ലാം കൂടെ തലയിൽ കയറും. അത് മനസ്സിലായോ? അങ്ങനെയുള്ളവർ നടത്തുന്ന കർത്തൃമേശ ഹോളി കമ്മ്യൂണിയനിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കുക. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെയോ യേശുക്രിസ്തുവിനെയോ അറിയാത്തവരാണ്. വെളിച്ചങ്ങളുടെ പിതാവിനെ അവർക്ക് പരിചയമില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ പിതാവിനെ അവർക്ക് പരിചയമില്ല. പുതിയ നിയമം വായിക്കത്തില്ല, സുവിശേഷങ്ങൾ വായിക്കത്തില്ല. അവർ സങ്കീർത്തനവും വായിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നടക്കും. അവർ സുവിശേഷങ്ങൾ വായിക്കില്ല, ലേഖനങ്ങൾ വായിക്കില്ല. യേശു പ്രസന്റ് ചെയ്ത പിതാവായ ദൈവത്തെക്കുറിച്ച് അവർക്കറിയില്ല. അവർ ഞായറാഴ്ചകളിൽ വിളമ്പുന്നത് ഭീകരരൂപിയായ ഒരു സ്വത്വത്തെയാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളെ ഭയപ്പെടുത്തി അടിമയാക്കി, ദശാംശം കൊടുത്തില്ലെങ്കിൽ നീ സാമ്പത്തികമായി മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ്, ഓണത്തിന് ഇച്ചിരി ഇലയിട്ട് ഉണ്ടാൽ അതിൻ്റെ അകത്തൂടെയും ഭൂതം കയറുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇതെല്ലാം കൂടെ കണ്ട് നിങ്ങൾ പേടിച്ച് വരണ്ട. വിദ്യാഭ്യാസമുള്ളവർ, പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർ, MBBS MD ഉള്ളവർ, എഞ്ചിനീയറിംഗ് MTech ഉള്ളവർ, MBA MCA, സറാംപൂർ ഡോക്ടറേറ്റ്, സയൻറ്റിസ്റ്റ്, MSc-കാർ, MA-കാർ, MCom കാർ, വലിയ സയൻറ്റിസ്റ്റുകൾ, നാസയുടെ സയൻറ്റിസ്റ്റുകൾ, എന്തോ ആണെങ്കിലും വേണ്ടുകയില്ല. ഒന്നും അറിയാത്ത ഈ ആൾക്കാരുടെ ഈ വലിയ ദാസന്മാരുടെ മുന്നിൽ പോയി ഇങ്ങനെ കുമ്പിട്ട് കിടക്കുക. നാണമില്ലേ? നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധി, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായ കൃപയെ നിങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ, തിരുവെഴുത്തുകളെ ശരിയായ വിധത്തിൽ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്, നിങ്ങൾ ശരിയായ വിധത്തിൽ ബൈബിളിനെ പഠിക്കൂ. നിങ്ങളൊരു എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ചിന്താഗതിയിലേക്ക് വരിക. നിങ്ങളിപ്പോഴും ഇടുങ്ങിയ
കുടുസ് ചിന്താഗതിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ചിന്താഗതിയിലേക്ക് നിങ്ങൾ വരിക. ദൈവം എങ്ങനെയാണ് ആളുകളെ കാണുന്നത്? ദൈവം എങ്ങനെയാണ് ആളുകളെ ഉൾക്കൊള്ളുന്നത്? പാപിയോടുള്ള ദൈവത്തിൻ്റെ സമീപനം എന്താണ്? എല്ലാവരും പാപികളാണ്. എല്ലായിടത്തും നിന്ന് അങ്ങ് പ്രസംഗിക്കുകയാണ്, പാപിയാണേ പാപിയാണേ പാപിയാണേ, ഞങ്ങളോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇത് എല്ലായിടത്തും പോയി പറയാൻ. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം. അപ്പോൾ ആ ഒരു വാക്യം മത്തായി 28:18 കേട്ടിട്ട് ഇപ്പം അത് എന്നോടാണ് എന്നും പറഞ്ഞ് എല്ലാവരും ഗ്രേറ്റ് കമ്മീഷനാണ്, എന്നോടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ ഒരു പ്രസവം നടത്തി. പഞ്ചായത്ത് മെമ്പർ സാക്ഷീകരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ ചാനലുകളിൽ, പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിൽ പഞ്ചായത്തിൻ്റെ മെമ്പർ ഉത്തരവാദിത്തപ്പെട്ടയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ പോയി പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കർത്താവ് ആ കുഞ്ഞിൻ്റെ ജീവൻ, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ്, ബൈബിളിൻ്റെ പേര് പറഞ്ഞ്, യേശുവിൻ്റെ പേര് പറഞ്ഞ് ഒരു പിഞ്ചു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ച് വളരേണ്ട ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലായി, ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ മനസാക്ഷിയുള്ള, ഇതിൻ്റെ ഇടയ്ക്ക് വലിയ വിശ്വാസം പറഞ്ഞുകൊണ്ട് വരുന്ന പുള്ളികൾ വല്ലതും ഉണ്ടെങ്കിൽ, നിങ്ങളെപ്പോലെ ക്രൂര മനസാക്ഷിയുള്ള ക്രൂരന്മാർ വേറെ ഇതിൻ്റെ അടിയിലും വരും. കമൻ്റ് ഇടാൻ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ വല്ലതും കമൻ്റ് ഇട്ടാൽ ഞാൻ നല്ല മറുപടി കൊടുക്കും. കാരണം എനിക്ക് വളരെ വേദന ഉണ്ടായി. ആ കുഞ്ഞ് എന്ത് കുറ്റം ചെയ്തിട്ടാണ് വിശ്വാസം അപകടമുണ്ടാക്കി, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ പഠിപ്പിക്കൽ അപകടമുണ്ടാക്കി. നിങ്ങളുടെ എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദ മനോഭാവം, നിങ്ങൾ പറയുന്നു ഭരണഘടന, ഇനി അടുത്തൊന്ന് പറഞ്ഞു, ഇപ്പോൾ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ഭരണഘടനക്കാർ. എന്ത് ഭരണഘടനയാണ് നിങ്ങൾ ഈ പറയുന്ന? ഭരണഘടന കഴിഞ്ഞ ദിവസം ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സോഷ്യൽ സയൻസിൽ PhD ചെയ്യുന്ന ഒരാൾ, അല്ലാതെ ഈ ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിൽ സോഷ്യൽ സയൻസിൽ PhD ചെയ്യുന്ന ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവർ എന്താണ് പറയുന്നത്? സോഷ്യലിസം. ഇവർക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? 4 പുസ്തകം വായിച്ചുള്ള അറിവെല്ലാം ഉള്ളോ? റിസർച്ച് ചെയ്യുന്ന ആൾക്കാരോട് പോയി ചോദിക്കുക. ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, വേറെ ആരെയും കുറ്റപ്പെടുത്താനല്ല. എൻ്റെ റിലീജിയൻ സുപ്രീമാണെന്ന് പറയാനൊന്നുമല്ല. ഇപ്പം താണ്ട് ഓരോരുത്തർ പോയി പറഞ്ഞതിൻ്റെ ഫലം മറ്റ് പാവപ്പെട്ട പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വലിയ ഭയങ്കര സ്കോളേഴ്സാണ് ഇവരൊന്നും. യൂണിവേഴ്സിറ്റിയിലെ സ്കോളേഴ്സൊന്നും അല്ല. യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച സ്കോളേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഡിസ്കഷൻ നടക്കാറുണ്ട്. അങ്ങനെ വിവരമുള്ളവരൊക്കെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഡിസ്കഷൻ നടത്തും. ഇതുമാതെ പൊതുനിരത്തിലും എല്ലായിടത്തും പോയിട്ട് പബ്ലിക്കിലെല്ലാം പോയി മൈക്കും വെച്ച് കെട്ടി ആരോടാ പറയുന്നത്? ആകെപ്പാടെ അവിടെ കടയ്ക്കാതിരിക്കുന്നവരുണ്ട്, അവരവിടെ ഇതൊന്നും കേൾക്കുന്നൊന്നുമില്ല. വലിയ കാര്യം പറയുക. ഞങ്ങൾ ഏതാണ്ട് അങ്ങ് പറഞ്ഞു. ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ക്രൈസ്തവ സഭ ഇവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾ നോക്കിയാൽ അറിയാം. പള്ളികളും പള്ളിക്കൂടങ്ങളും കോളേജുകളും ആതുരാലയങ്ങളും യൂണിവേഴ്സിറ്റികളും, ക്രിസ്തീയ സഭയ്ക്ക് സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സഭയുടെ യൂണിവേഴ്സിറ്റിയാണ്. ഇതൊന്നും തീവ്രവാദികൾ ഉണ്ടാക്കിയതൊന്നുമല്ല. ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സംഭാവനകൾ, അല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയൻ മിഷന്റെ സംഭാവനകൾ, മെത്തഡിസ്റ്റ് മിഷന്റെ സംഭാവനകൾ, ബാസൽ മിഷൻ, ലണ്ടൻ, ഇതൊക്കെ ആരുടെയാ? ഇവർ തീവ്രവാദികളായിരുന്നു. ലണ്ടൻ മിഷണറി സൊസൈറ്റി ആരാ ഉണ്ടാക്കിയത്? നിങ്ങളൊന്ന് പറഞ്ഞു. ബാസൽ മിഷൻ ആരാ ഉണ്ടാക്കിയത്? മലബാർ ക്രിസ്ത്യൻ കോളേജ് ആരാ ഉണ്ടാക്കിയത്? ബാപ്റ്റിസ്റ്റുകാരാണോ? അതോ ഇവിടുത്തെ വേറെ ആരെങ്കിലും ആണോ? ബാപ്റ്റിസ്റ്റുകാർ വളരെ തുറന്ന സമീപനമുള്ളവരാണ്. അവരൊന്നും റിലീജിയസ് എക്സ്ട്രീമിസ്റ്റുകളല്ല പ്രിയപ്പെട്ടവർ. ബാസൽ മിഷൻ ഇവിടെ വന്ന് എന്തോ ചെയ്തു. അതാരാ? ആംഗ്ലിക്കൻ മിഷണറിമാർ, ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് വിട്ടതാ. അവരെ എല്ലാം കൂടി ഇങ്ങോട്ട് പിടിച്ചിറക്കിയിട്ടാണ് ഇപ്പം പറയുന്നത് അവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം.
ചർച്ച് മിഷണറി സൊസൈറ്റി ആരുടെയാ? ആംഗ്ലിക്കൻ സഭയുടെയാണ്. ആംഗ്ലിക്കൻ സഭയുടേത്. പുസ്തകം അടിച്ചു തന്നതും വിദ്യാഭ്യാസം നൽകിയതും കേരളത്തിൽ ഒരു വലിയ പങ്ക് ആംഗ്ലിക്കൻ സഭയ്ക്ക്. കോട്ടയത്ത് ഇംഗ്ലീഷ് പഠിത്ത വീട്, കോട്ടയം പഴയ സെമിനാരി. ഇവിടെ ഇഷ്ടം പോലെ സെമിനാരികൾ ഉണ്ടായിരുന്നു. സെമിനാരികൾ ചുമ്മാ ആ പേരെടുത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. സെമിനാരികൾ ഉന്നതമായ അക്കാഡമിക് നിലവാരം പുലർത്തുന്ന സെമിനാരികൾ, അല്ലാതെ ചുമ്മാ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് നടക്കുന്നവരൊന്നും അല്ല. കേരളത്തിന്റെ ചരിത്രം ചുമ്മാ ചരിത്രത്തെ എടുത്തു വെച്ച് വെച്ചങ്ങ് കീറുക. ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഇതൊക്കെ കേൾക്കുമ്പോഴാ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റുകൾ ആയിരുന്നില്ല അവർ. തുറന്ന മനസ്സോടെയാണ് വന്നത്. റോബർട്ട് ഡി നൊബ്ലി, ഫാദർ റോബർട്ട് ഡി നൊബ്ലി ആരാണ്? എ കാത്തലിക് പ്രീസ്റ്റ്. എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സുവിശേഷ വേല ചെയ്തു. അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ദർശനത്തിനനുസരിച്ച് അദ്ദേഹം സുവിശേഷ വേല ചെയ്തു. സുവിശേഷം അറിയിക്കണം, യാതൊരു സംശയവുമില്ല. വടക്കേ ഇന്ത്യയിൽ അടി കിട്ടുമ്പോൾ അവിടുത്തെ പെന്തക്കോസ്ത സഭകളെ സപ്പോർട്ട് ചെയ്യുന്നത് കത്തോലിക്ക സഭയാണ്. പലപ്പോഴും എല്ലായിടത്തും ഒന്നുമല്ല, പക്ഷേ എന്നോട് പല പാസ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അവിടെ സപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ കാത്തലിക് ചർച്ച. കാരണം അവർക്ക് ആ ഒരു ദർശനമുള്ളവരാണ്, മിഷനുള്ളവരാണ്. മിഷൻ ചെയ്യണം, സുവിശേഷം അറിയിക്കണം, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അത് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടും മറ്റുള്ളവരെ കൊച്ചാക്കിക്കൊണ്ടുമാകരുത്. അല്ല, ബാസൽ മിഷൻ ഞങ്ങളുടെയാണ്, ലണ്ടൻ മിഷണറി സൊസൈറ്റിയെ കുറിച്ചൊന്നും പറയണ്ട. അത് പറയേണ്ടവർ പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക് പറയാനുള്ള അവകാശമുണ്ട്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക് ഇവിടുത്തെ CMS മിഷനെ കുറിച്ചും LMS മിഷനെ കുറിച്ചും ബാസൽ മിഷണറി സൊസൈറ്റിയെ കുറിച്ചും പറയാനുള്ള നിയമപരമായ അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെങ്ങന്നൂരിൽ നിന്നപ്പോൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മധ്യകേരള ഡയോസിസിന്റെ ഒരു വാഹനവും അച്ഛന്മാരും എല്ലാം കൂടെ പോയിട്ട് ഓരോ കവലയിൽ നിന്ന് അവർ പ്രസംഗിക്കുകയാണ്. എന്താ അവർ പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഇന്ന് കേരളം കാണുന്ന ഈ വികസനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും അച്ചടിയുടെ രംഗത്തും എല്ലാം കാണുന്ന ഈ സംഭാവനകൾ, ചർച്ച് മിഷണറി സൊസൈറ്റി ചെയ്ത സംഭാവനകൾ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മധ്യകേരള ഡയോസിസിന്റെ എന്തോ ഒരു പ്രത്യേക ആഘോഷങ്ങളുടെ ഭാഗമായി അവർ പ്രസംഗിക്കുന്നുണ്ട്. കുപ്പായമിട്ട അച്ഛന്മാർ, അവർക്കതിന് അവകാശമുണ്ട്. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെ നിന്നിട്ട് ലണ്ടൻ മിഷണറി സൊസൈറ്റി ഇവിടെ അത് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ അത് ഓർക്കണം. അത് ലണ്ടൻ മിഷണറി സൊസൈറ്റി ചെയ്തു, ബാസൽ മിഷണറി സൊസൈറ്റി ചെയ്തു, ചർച്ച് മിഷണറി സൊസൈറ്റി ചെയ്തു. ഇത് പറയാനുള്ള അവകാശം കേരളത്തിലുള്ളത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSIക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ CMS കോളേജിന്റെ അകത്ത് കയറി അതിലുള്ളവരെ പിടിച്ച് സഭ മാറ്റുന്ന പരിപാടിയൊന്നും, അല്ലെങ്കിൽ മാർത്തോമ കോളേജിന്റെ അകത്ത് കയറി അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി മീറ്റിംഗ് നടത്തി അതിൻ്റെ അകത്തുള്ളവരെ കൺവേർട്ട് ചെയ്ത് വേറെ സഭയിലോട്ട് ഈ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതി കുത്തി നിറച്ച് മതതീവ്രവാദ ഗ്രൂപ്പുകളിലേക്കും ആവശ്യമില്ലാത്ത തീവ്രവാദ ചിന്താഗതിയിലേക്കും കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടല്ലോ, വൃത്തികെട്ട പരിപാടിയാണ്. നിങ്ങൾക്കത് നടത്താൻ ഒരു റൈറ്റും ഇല്ല. ഭാരതത്തിൽ അത് ചെയ്തു കത്തോലിക്ക സഭയുടെ ഇഷ്ടംപോലെ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ധർമ്മരാം വിദ്യാക്ഷേത്രം പോലെയുള്ള സെന്റ് പീറ്റേഴ്സ് സെമിനാരി പോലെയുള്ള, പൂനെയിലെ പൊന്തിഫിക്കൽ സെമിനാരി പോലെയുള്ള, ആലുവയിലെ പൊന്തിഫിക്കൽ സെമിനാരി പോലെയുള്ള കുറ്റൻ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. സെമിനാരികൾ, അവർ സെമിനാരി എന്നൊക്കെ പറഞ്ഞാൽ സെമിനാരിയാണ്. അല്ലാതെ ചുമ്മാ സെമിനാരി എന്നൊരു ചെറിയ ഒരു റൂം എടുത്തു വെച്ചിട്ട് സെമിനാരി എന്ന് എഴുതി വെച്ചാൽ എങ്ങനെ സെമിനാരിയാണ്? ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ സത്യം അറിയണം. സത്യം അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഈ കള്ളങ്ങൾ ഞാൻ പഠിച്ചിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ ഞാൻ കേട്ട് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു. പോസ്റ്റ് ട്രൂത്ത്
നുണകൾ പ്രചരിപ്പിച്ച് അതിനെ സത്യമാണെന്ന് പറയും. ഭാരതത്തിലെ മിഷണറിമാർ ഏത് മിഷണറിമാരാ? ബാപ്റ്റിസ്റ്റ് മിഷൻ നമുക്കറിയാം. വില്യം കേറി സെറാംപൂർ. വില്യം കേറി ഒരു ഇൻക്ലൂസീവിസ്റ്റ് ആശയക്കാരനായിരുന്നു, എക്യുമെനിക്കലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത് സെറാംപൂർ എന്തുകൊണ്ടാണ് ഇന്ന് എക്യുമെനിക്കൽ സെമിനാരി, എക്യുമെനിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ട് വന്നത്? ബാപ്റ്റിസ്റ്റുകാരുടെ കയ്യിലായതുകൊണ്ടാണ് അവരെല്ലാവരെയും അംഗീകരിച്ചത്. ഇന്ന് സെറാംപൂർ കോളേജിൽ ചെന്നാൽ സെറാംപൂർ കോളേജിൻ്റെ അകത്ത് ബാപ്റ്റിസ്റ്റുകാരായ ആളുകൾ അതിൻ്റെ സ്റ്റാഫായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് CSIക്കാരുണ്ട്, CNAക്കാരുണ്ട്, മെത്തഡിസ്റ്റുകാരുണ്ട്, ലൂതറൻകാരുണ്ട്, മർത്തോമക്കാരുണ്ട്, CSIക്കാരുണ്ട് എന്ന് വേണ്ട എല്ലാവരും ഉണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡുകാർ വരെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാഫായിട്ടുണ്ട്. അവരെ വരെ അംഗീകരിക്കാനുള്ള മനസ്സ് ബാപ്റ്റിസ്റ്റുകാർക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ചിലർ പറയുകയാണ്, ഞങ്ങൾ വിശ്വാസികൾ. നിങ്ങൾ എന്ത് വിശ്വാസികളാണ്? വിശ്വാസത്തിലേക്ക് വരിക. അതെന്നാ സാധനമാണ്? വേറെ ആർക്കും വിശ്വാസമില്ലേ? വേറെ ആർക്കും വിശ്വാസമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഈ തീവ്രവാദ ആളുകൾക്കില്ല. നിങ്ങൾ ഒരു മാർത്തോമ തീവ്രവാദക്കാരനാണെങ്കിൽ നിങ്ങൾക്കതില്ല. CSI തീവ്രവാദക്കാരനാണെങ്കിൽ നിങ്ങൾക്കതില്ല. നിങ്ങൾ പെന്തിക്കോസ് തീവ്രവാദക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അതിനില്ല. കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബ, ഏത് തീവ്രവാദ ഗ്രൂപ്പാണെങ്കിലും, മതതീവ്രവാദം, ഞാൻ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ഗവേഷണം നടത്തുന്ന ആ തവളയ്ക്ക് ഗവേഷണം നടത്തിയാൽ ആ പൊട്ടക്കിണറ്റിൻ്റെ അകത്തുള്ള ലോകമായിരിക്കും ആ പുള്ളിക്കുള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ലോകമില്ല. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ലോകമില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പിടിവാശി വിടണം. 2025 തീവ്രവാദ നിലപാട് പുലർത്തുന്ന വിശ്വാസികളെ, അതിൻ്റെ ശുശ്രൂഷകരെ നിങ്ങൾ ഈ പിടിവാശി വിടണം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കാം. എക്യുമെനിക്കലായി ഒരുമിച്ച് നിന്നുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തെ ഭാരതത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇതെപ്പോൾ പിന്നെ പറയാനാ? അപ്പോൾ എക്സ്ട്രീമിസ്റ്റ്, നമുക്കറിയാം മതങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ ആനിമിസം അവിടെയാണ് തുടങ്ങുന്നത്. മനുഷ്യൻ്റെ ബിഹേവിയറിനെ ഇതെല്ലാം ബാധിച്ചിരിക്കുന്നു. മതങ്ങൾ അവൻ്റെ സ്വഭാവത്തെ ബാധിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ക്രൂരനായ ദൈവം. ഇതെവിടുന്ന് കിട്ടിയതാ? യഹൂദ മതത്തിൽ നിന്ന് കിട്ടിയതാണ് ക്രിസ്ത്യാനിക്ക്. പിന്നെ ചുറ്റുവട്ടത്തുള്ള മതങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ക്രിസ്ത്യാനിക്ക്. ദേഷ്യം വന്നാൽ കൈ കിട്ടുന്നത് വലിച്ചെറിയുന്ന ഒരു ദൈവം. ദേഷ്യം വന്നാൽ കൈ കിട്ടുന്ന വലിച്ചെറിയും. കയ്യിൽ എന്തോ ആണോ അന്നേരം കിട്ടുന്ന, അടുത്തെന്താണോ ഇരിക്കുന്നത് അത് വെച്ച് വലിച്ചെറിയുക. എന്ത് ദൈവസങ്കല്പമായി! യേശു എന്തിനാണ് വന്നത്? യേശു ഒന്നാമത് വന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെയാണ് രണ്ടാമത് വരണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യേശുവിൻ്റെ രണ്ടാം വരവ് പ്രസംഗിക്കണം, ഭയങ്കരമായിട്ട് അങ്ങ് പറയുക. എന്തിനാ യേശു ഒന്നാമത് എന്തിനാ വന്നത്? അതറിയത്തില്ല. എൻ്റെയും നിങ്ങളുടെയും സ്വഭാവം മാറിയില്ലെങ്കിൽ യേശു ഒന്നാമത് വന്നതൊക്കെ വെറുതെ ആയി പോവല്ലേ? ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ കേസ് കൊടുക്കും. അങ്ങനെ അല്ലല്ലോ ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ മാത്രം സോളാ സ്ക്രിപ്ചറേ അല്ലേ? എങ്ങാണ്ട് അടി കിട്ടിയല്ലോ, അടി കിട്ടിയപ്പോൾ ആരാണ്ട് അതിലെങ്ങാണ്ട് പോയ അതങ്ങ് വലിയതാക്കി, മാധ്യമങ്ങൾ അങ്ങ് വലുതാക്കിയിട്ട് പറഞ്ഞു സുവിശേഷകരെ അടിച്ചു. ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അസഭ്യം പറഞ്ഞു. കഷ്ടതയും ദുഃഖവും പീഡനവും എല്ലാം ഉള്ളതാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ പാടി, കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും എന്നൊക്കെ പറഞ്ഞ് പാടിയല്ലോ. നിങ്ങൾക്ക് കഷ്ടത വന്നപ്പോൾ ആരാണ്ട് വന്നൊന്ന് കോക്രി കാണിച്ചപ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കും, ഞങ്ങൾക്ക് ഭരണഘടനയുണ്ട്. ഭരണഘടന ഒരു വാക്കുണ്ട്. പിന്നെ അടുത്ത വാക്ക് ജനാധിപത്യം, സെക്കുലറിസം. ഇതെല്ലാം പറഞ്ഞു. പിന്നെ ഇത് കേൾക്കാൻ അവിടെയൊക്കെ ആൾക്കാരങ്ങ് നിൽക്കുമല്ലേ? അവിടെ ഉള്ളവർ ഇതൊന്നും കേട്ടില്ല. ഇത് ഈ ഓൺലൈനിൽ കൂടി ഇത് വിട്ടപ്പോൾ മറ്റ് മതത്തിൽപ്പെട്ടവർ ഇത് കേട്ടു. അല്ല, അവിടെ ഉള്ളവർ ഇതൊന്നും കേട്ടില്ല.
അതാണ് സംഭവം. ഇത് വാശി തീർക്കലാണോ പ്രിയപ്പെട്ടവരെ? സുവിശേഷം എന്തുവാ? ദൈവത്തിൻ്റെ യേശു ഭൂമിയിലേക്ക് വന്നു, അത് തന്നെ അത്ഭുതമാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് പറയത്തില്ല, യേശുവിൻ്റെ ജഡാവതാരം പറയത്തില്ല. ദൈവമായവൻ, ദൈവത്തിൻ്റെ പുത്രനായവൻ്റെ ഇൻകാർണേഷൻ, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ആദ്യം പറയേണ്ടത്. ഇപ്പൊ പറയുന്ന മുഴുവൻ യേശുവിൻ്റെ ക്രൂശീകരണം. അതിനേക്കാളും വലിയ അത്ഭുതമാണ് ജഡാവതാരം. കാരണം ഇതൊന്നും ഈ വെസ്റ്റേൺ പാശ്ചാത്യ ദൈവശാസ്ത്രം മാത്രം വായിച്ച് പഠിച്ച് അവരുടെ പുസ്തകവും വായിച്ച്, എൻ്റെ കുറേ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, പാശ്ചാത്യ ദൈവശാസ്ത്രക്കാരുടെ സിസ്റ്റമാറ്റിക് തിയോളജി, അങ്ങനെ തിയോളജി, ഇങ്ങനെ തിയോളജി എല്ലാം എടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നും വായിക്കാറില്ല, കാരണം പൊല്യൂട്ടഡ് തിയോളജിയാണ്. ഒറിജിനൽ കോണ്ടെക്സ്റ്റ് അറിയാതെ സായിപ്പിൻ്റെ ഈ കൊളോണിയൽ ഐഡിയോളജിയിൽ ഉണ്ടാക്കിയ തിയോളജിയാണ്, സാമ്രാജ്യത്വ ദൈവശാസ്ത്രം. അപ്പം വെസ്റ്റേൺ ലോകത്തുണ്ടായിരുന്ന ചിന്തകരുടെയും ഫിലോസഫേഴ്സിൻ്റെയും പൊളിറ്റിക്കൽ തിങ്കേഴ്സിൻ്റെയും അവരുടെ രാജാക്കന്മാരുടെയും ഒക്കെ ഐഡിയോളജി വെച്ചുണ്ടാക്കിയ തിയോളജി വെളുത്ത സായിപ്പ് നല്ല വെളുത്തതായതുകൊണ്ട്, ടൈയും കോട്ടും ഇട്ടത് കൊണ്ട്, സായിപ്പ് അവിടെ കണ്ടുന്ന ഒരു ടൈയും കോട്ടും വാങ്ങിച്ചു, വലിയ വിലയൊന്നുമില്ല, അവിടെ എല്ലാവരും ഇടുന്ന ഈ ടൈയും കോട്ടും, ഈ കാലാവസ്ഥ. അപ്പോൾ ഈ ടൈ എല്ലാം കൂടെ മുറുക്കി ഇട്ട്, അതുകൊണ്ടല്ലേ ഇത് ടൈ ഇപ്പം കണ്ടില്ലേ, പ്രസംഗിക്കുന്നവരെ കണ്ടോ, ടൈയും കൂട്ടും എല്ലാം കൂടി ഇട്ട്, എന്തിനാന്നൊരു പിടിയില്ല ഈ ചൂടത്ത്. ഇതെല്ലാം കൂടെ ഇട്ട് മുറുക്കിയപ്പോൾ കൊള്ളാം, സൂപ്പറായിരിക്കുന്നു, നല്ല തിയോളജിയാണ്. പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർ എഴുതിയത് ഇവർക്ക് ഭയങ്കര പിണക്കാം. ഞങ്ങൾക്കൊന്നും വേണ്ട, അതൊന്നും വായിക്കുകയില്ല. പാട്രിസ്റ്റിക് റൈറ്റിങ്സ്, ഞങ്ങൾക്ക് പാട്രിസ്റ്റിക് റൈറ്റിങ്സ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ എഴുതിയത് മാത്രമേ വായിക്കൂ. കത്തോലിക്ക സഭ മുതൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ന്യൂ ജനറേഷൻകാർ വരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയാൽ ഞാൻ പറയും, നമുക്ക് ഒരുമിച്ച് നിന്നാൽ എന്താണ് പ്രശ്നം? ക്രിസ്തീയ സഭകൾ ഒരുമിച്ച് നിൽക്കും. വിശ്വാസത്തിൻ്റെ കാതലായ നിഖ്യാവിശ്വാസ പ്രമാണം പിടിവാശി കളഞ്ഞ് ഏറ്റുപറയണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തെ ഉയർത്തിക്കാണിക്കണം. യേശുനാമ വിശ്വാസമൊക്കെ എടുത്ത് മാറ്റി വണ്ണസ്സുകാരുടെ തിയോളജി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ട്രിനിറ്റേറിയൻസായി സ്നേഹത്തിൻ്റെ നടനം ആടുന്ന ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിക്കാവുന്നേ. ഈ വൈരുദ്ധ്യങ്ങളും ആശയവിയോജിപ്പുകളും എല്ലാം ഒന്ന് ഒരു ഗുണവുമില്ല. ഈ സഭകൾ ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. അതാണ് റിലീജിയസ് എക്സ്ട്രീമിസം. ഒരാൾക്കൊരാളെ കാണരുത്, എക്സ്ക്ലൂസീവിസമാണ്. എൻ്റെ മാത്രം, എൻ്റെ മാത്രം, എൻ്റെ മാത്രം. ഞാനും എൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും, വേറെ ആരും രക്ഷിക്കപ്പെടണ്ടേ, ഞാനും എൻ്റെ കുടുംബവും. ഒരു വാക്യമാണ്. ആ വാക്യം പിന്നെ അങ്ങ് ഈ എക്സ്ക്ലൂസീവിസ്റ്റായിട്ട് ഉപയോഗിക്കുക, എക്സ്ക്ലൂസീവിസ്റ്റ് തിയോളജിക്ക് വേണ്ടി ഉപയോഗിക്കുക. ഞാനും എൻ്റെ കുടുംബം രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് രക്ഷിക്കപ്പെടുമെന്നാണ്. നമുക്കൊട്ട് ന്യായപ്രമാണവും ഇല്ല. യഹൂദനുള്ള ന്യായപ്രമാണം എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് ചിന്തിച്ച് ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴെയായിരുന്നെന്നാണ് ഞാൻ ചിന്തിച്ചത്. പിന്നീട് ഈ ബൈബിളെല്ലാം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ, ന്യായപ്രമാണത്തിൻ്റെ കീഴിലുമല്ല, ന്യായപ്രമാണമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഇപ്പം സ്വാതന്ത്ര്യം ഉണ്ടായി മനസ്സിൻ്റെ അകത്ത്. ഇൻക്ലൂസീവിസ്റ്റ് ചിന്താഗതി. ദൈവത്തിന് ആരെയും തള്ളിക്കളയാൻ പറ്റുകയില്ല, എല്ലാവരെയും ദൈവത്തിൻ്റെ അതിന് ഈ യേശുവിൻ്റെ പദ്ധതി പരാജയമായിരുന്നോ പ്രിയപ്പെട്ടവരെ? ആയിരുന്നു. ദൈവമായിരുന്നവൻ അതെല്ലാം വിട്ട്, ദൈവമായിരുന്നവൻ ഏറ്റവും വലിയ അത്ഭുതം, ദൈവമായിരുന്നവൻ ഇതെല്ലാം വിട്ട് ഇവിടെ വന്നു. പിന്നെ നമ്മളെല്ലാം ഓരോരുത്തർ പ്രസംഗിക്കുന്നു ക്രൂശിൽ മരിച്ചപ്പം. ക്രൂശിൽ മരിച്ചപ്പം കുറച്ച് പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ മുഴുവനും പോയി. റെക്കൺസിലിയേഷൻ ജഡാവതാരത്തിലൂടെ വന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവർ. മനുഷ്യനോട് ഏകീഭവിച്ചു. എപ്പോഴാണ് ഏകീഭവിച്ചത്? ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ മനുഷ്യനോട് ഏകീഭവിച്ചില്ലേ യേശു, ദൈവപുത്രൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചുമ്മാതെ ആരാണ്ട് ഈ സായിപ്പ് അവിടുന്ന് കൊണ്ടുവന്ന പുസ്തകവും വായിച്ച്
ദൈവശാസ്ത്രം പഠിക്കാൻ ഒരു സെമിനാരിയിലും പോകണമെന്ന് നിർബന്ധമൊന്നും പറയാൻ പറ്റുകയില്ല. കാരണം ഈ ആദിമ സഭാപിതാക്കന്മാർ ഒരു സെമിനാരിയിലും പഠിച്ചവരോ, അവർ മീൻസ് സെമിനാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരിതെന്ന്, അവർക്ക് കൈമാറി വന്ന വാമൊഴി പാരമ്പര്യങ്ങളിൽ ഓറൽ ട്രഡീഷൻസിനെ അവർ ഹോൾഡ് ചെയ്തു. അവർക്ക് ലഭിച്ച പ്രാർത്ഥനകൾ അവർ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. സ്പോണ്ടേനിയസ് പ്രയർ വന്നു, വായി തോന്നിയത് വിളിച്ചു പറയുക. അതിനാണ് സ്പോണ്ടേനിയസ് പ്രയർ. പ്രയർ ഒന്നുമല്ല, വായി തോന്നിയത് വിളിച്ചു പറയുക. എന്താണോ അന്നേരം തോന്നുന്നത് അന്നേരം വിളിച്ചു പറയും. ഇതെല്ലാം കൂടെ കേട്ട് ആളുകൾ മാനസികമായി സൈക്കോളജിക്കലി മാനിപ്പുലേറ്റഡായി കറപ്റ്റഡായിട്ട് മാറിയിരിക്കുന്നു. മാനസികമായ ആളുകൾ അസ്വസ്ഥരാണ്. പിന്നെ വെറുതെ വന്ന് ഇരുന്ന് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മതങ്ങളിലും ആളുകൾ അസ്വസ്ഥരാണ്, എല്ലാ സഭകളിലും ആളുകൾ അസ്വസ്ഥരാണ്. ഒരു പ്രശ്നത്തെയും ഞാൻ വിടുന്നില്ല. ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കത്തോലിക്ക സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പിടിവാശി കളയാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം, ഒരുമിച്ച് ആനന്ദിക്കാം. ദൈവരാജ്യം ഇവിടെ ഉണ്ട്. യേശു ഒന്നാമത് വന്നിട്ട് ദൈവരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് സമയം എടുത്തോട്ടെ, ഈ ദൈവരാജ്യം ഇവിടെ ഒന്ന് സ്ഥാപിച്ചോട്ടെ. ഈ പെട്ടെന്ന് വരണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കുളമാക്കാതെ എല്ലായിടത്തും അങ്ങ് പറയുകയാണ് യേശു എവിടെ നോക്കിയാലും കാണാം യേശു രാജാവായി വരുന്നു. എന്തിനാണ് വരുന്നത്? ആരെ കൊണ്ടുപോകാനാ? എന്ത് എല്ലാവരെയും കൂടെ അവിടെ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്യാനാ? ഈ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലാത്ത നമ്മളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് എന്നാ ചെയ്യാൻ? യേശു രാജാവായി വരുന്നു. മേളിലോട്ട് നോക്കിയിരിക്കുക. ഇത്രയും കാലമായി, ഇപ്പം 2025 ഇത് പറഞ്ഞ് ഇത്ര പറഞ്ഞവരെല്ലാം പോയി. ഇനിയിപ്പോൾ വാക്യം എടുത്തോണ്ട് വരും. അന്ത്യകാലത്ത് ഇങ്ങനെ ചിലർ വരും, അവൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് വാക്യം എടുത്തോണ്ട് വരും. ഈ എല്ലാത്തിനും വാക്യമുണ്ട്. മദ്യപിക്കാൻ വാക്യമില്ലേ? ഉണ്ട്, കൃത്യമായ വാക്യമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല ഒന്നാന്തരം സ്ട്രോങ് ഡ്രിങ്ക് മദ്യം കൊണ്ടുവന്ന് ദൈവത്തിന് ഇങ്ങനെ കാഴ്ച അർപ്പിക്കണമെന്ന് വാക്യമില്ലേ? ഉണ്ട്, വാക്യമുണ്ട്. നിന്നെ അടിക്കുന്നവരുടെ 2 കൊടുക്കണമെന്ന് വാക്യമില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾ പുതിയ നിയമത്തിൽ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെയാണ് എല്ലാം പുതിയ നിയമത്തിലെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പുതിയ നിയമം ഒട്ട് വായിക്കത്തുമില്ല. എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചുകൂടാ? എന്തുകൊണ്ട് ഈ എക്സ്ട്രീമിസ്റ്റ് കാഴ്ചപ്പാടിൻ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാറി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതിലേക്ക് നമ്മൾക്ക് വന്നുകൂടാ പ്രിയപ്പെട്ടവർ? എക്യുമിനിസത്തിലേക്ക് വന്ന്, യഥാർത്ഥമായ എക്യുമിനിസത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന, യേശു ആഗ്രഹിച്ച എക്യുമിനിസത്തിലേക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? അങ്ങനെ വരുമ്പോൾ ഈ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻസ്, ആളുകളെ ഇങ്ങനെ ഒരു മതത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, ഒരു സഭയെ നടിച്ചുകൊണ്ട് പോവുക. ഈ സഭയെ നടിച്ചുകൊണ്ട് പോകുന്നതാണ് കൂടുതൽ. മറ്റ് മതങ്ങളിലൊന്നും പോയി അങ്ങനെ കേരളത്തിലൊന്നും പോയിട്ട് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. അത് വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ ഇടയിലൊക്കെ സുവിശേഷം അറിയിക്കുക വലിയ പ്രയാസമാണ്. സമൂഹത്തിലെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളോട് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ വളരെ കുറവാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ. നമ്മൾ ഒരുമിച്ച് നിൽക്കാത്തതുകൊണ്ടാണ്, നമ്മൾ ചേർന്ന് നിൽക്കാത്തതുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്നത്? അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ദൈവസ്നേഹത്തിൽ. ഞാൻ എൻ്റെ വിഷമങ്ങളാണ് പറയുന്നത്, വേദനകളാണ് പറയുന്നത്. അർത്ഥത്തിൽ ഇതൊന്നും ഇങ്ങനെ ലൈവ് വന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങളത് ചിന്തിച്ചു നോക്കുക. ഇതെല്ലാം ഒരു വേദനയാണ്. ക്രൈസ്തവ സഭകൾ ഒരുമിക്കണം. അത് യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ഈ ശിഷ്യന്മാർ തന്നെ 4 തട്ടിലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ആ ത്രിയേക ദൈവത്തിൻ്റെ ആ യൂണിറ്റിയിലേക്ക് നമ്മൾ വരും. അതുകൊണ്ട് ഈ ത്രിയേക ദൈവത്തെ ആരാധിക്കണമെന്ന് പറയും. പിതാവിനും പുത്രനും പരിശുദ്ധരുകായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ഇത് കേൾക്കുമ്പോൾ ചിലർക്കങ്ങ് ഭയങ്കര ഇത് പറയാത്ത ഒരു ശുശ്രൂഷകളും ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കില്ല. കാരണം ആ ട്രിനിറ്റേറിയൻ ലവ്, ആ യൂണിറ്റിയാണ്. യേശുവെ സ്തോത്രം, യേശുവെ നന്ദിയൊന്നുമല്ല.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ഇതൊക്കെ 2-ാം നൂറ്റാണ്ട്, 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിലൊക്കെ പിതാക്കന്മാരുണ്ടാക്കിയതാണ്. അതിനേക്കാളും വലിയ സംഭവം ഒന്നും ഇല്ല. നീ ഉണ്ടെന്ന് ചുമ്മാ പറഞ്ഞ് അടക്കാമെന്നല്ലാതെ അതിനേക്കാളും വലിയ സംഭവമൊന്നുമില്ല. നിങ്ങളൊരു സംഭവമൊന്നും അല്ല. ചിലരുണ്ട്, ഞാൻ വലിയ സംഭവമാണ്, ഞങ്ങൾ എന്തോ വേർപെട്ടവരാണ്. ഒരു വേർപെട്ടവരും അല്ല. ഇതൊക്കെ ചുമ്മാതെ വാചകമടിക്കാൻ. എന്നെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും, നിന്നെ അടിച്ച് തകർത്ത് കളയും, നിനക്ക് ആക്സിഡൻറ്റ് വരും, ദൈവം നിന്നെ അങ്ങ് ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിക്കാൻ ആയിരുന്നെങ്കിൽ നമ്മളാരും ഇങ്ങനെ ഒരു ലൈവിൽ വരാനോ സംസാരിക്കാനോ ഒന്നും കാണത്തില്ല പ്രിയപ്പെട്ട. ദൈവത്തിൻ്റെ കരുണയാണെന്നറിഞ്ഞും ദൈവത്തിൻ്റെ ദയാണെന്നറിഞ്ഞും നമ്മളാണ് ഞെളിയാതെ ഭയപ്പെടേണ്ടത്. ഇത് ചിലരങ്ങ് ഞെളിഞ്ഞു നിന്നിട്ടങ്ങ് ജനങ്ങളെ അങ്ങ് പീഡിപ്പിക്കുക. ദൈവം കുട്ടിപ്പിശാചൊന്നും അല്ല കേട്ടോ. ദൈവം ഒരു ഭീകര സർപ്പമൊന്നുമല്ല നമ്മളെ വിഴുങ്ങാൻ. സ്നേഹത്തിൻ്റെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഓണം ഉണ്ടാൽ നിങ്ങളോട് പിണങ്ങുന്ന കൊച്ചു പിള്ളേരുടെ, കുട്ടിക്കളി മാറാത്ത പിള്ളേരുടെ സ്വഭാവമല്ല ദൈവത്തിന്. ഇലയിട്ടൊന്നുണ്ടാ തീർന്നു, അന്ന് ഉപവാസ പ്രാർത്ഥന, അന്ന് സ്തോത്രം. എന്തോ ഒരു പിടിവാശിയാണെന്നറിയാം. നമ്മൾ പ്രാർത്ഥിച്ചങ്ങ് കഴിച്ചാൽ പോരെ. ദൈവം ഇത് ആഹാരം തന്നതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞങ്ങ് സ്തോത്രം ചെയ്തങ്ങ് കഴിച്ചാൽ പോരെ. പറ്റുകയല്ല. ഞങ്ങൾക്ക് അന്ന് ഒരു കാത്തിരിപ്പ് യോഗം, ഒരു അഭിഷേകത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട്. എന്നിട്ട് ഒരുപാട് പേര് അഭിഷേകം പ്രാപിച്ചിട്ട് ദൈവിക സ്വഭാവമുള്ളവരായിട്ടങ്ങ് ലോകത്തിലേക്ക് ഇറങ്ങുക. ഒന്നുമില്ല, ഒന്നും അല്ലെന്ന് ആദ്യം സമ്മതിക്കുക. ഈ എല്ലാം അറിയാവുന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ സംസാരിക്കുന്നത്. ബൈബിൾ എൻ്റെ പോക്കറ്റിലാണ്, ദൈവം എൻ്റെ പോക്കറ്റിലാണ്. ഞാൻ പറയും, ഞങ്ങൾ തനിച്ച് പാർക്കുന്ന ഒരു ജനം. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, അത് ചുമ്മാ എടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ അതിന്? ഞങ്ങൾ തനിച്ച് പാർക്കുന്നത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ അതെടുത്ത് പുതിയ നിയമത്തിൽ കൊണ്ടുവരുക. ഞങ്ങൾ തനിച്ച് പാർക്കുന്നൊരു ജനം, ഞങ്ങളെന്തോ ഭയങ്കര വേർപെട്ടവർ, ഞങ്ങളെന്തോ ഭയങ്കര വിശുദ്ധിയുള്ളവർ, ഞങ്ങൾ ബാക്കിയുള്ളവരെ പോലൊന്നുമല്ല, ഞങ്ങൾ സിനിമ കാണത്തില്ല, ഞങ്ങൾ ഓണസദ്യ കഴിക്കത്തില്ല, ഞങ്ങൾ പിന്നെ വള്ളംകളിക്ക് പോകത്തില്ല. ഞാനിന്നലെ വള്ളംകളിക്ക് ഇവിടെ ആറന്മുള വള്ളംകളിയുണ്ട്, അവിടെ അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ചൊറിയുക, വള്ളംകളിക്ക് പോയി. ഞാൻ എന്തോടെ വള്ളത്തെ കയറിയിരുന്ന് വള്ളംകളി കളിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. വള്ളപ്പാട്ട് പാടിയോ? കാണാൻ പോയതാ. അതുപോലും ഞാൻ കണ്ടു, അവിടെ ഒറ്റ ബന്ധിക്കൂസുകാരില്ല. ഇവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുക. എൻ്റെ ഇടയിലും വന്ന്, താങ്കൾ എങ്ങനെയാണ്, താങ്കൾ ഒരു പുരോഹിതനാണ്, താങ്കൾ വള്ളപ്പാട്ട് പാടിയോ, താങ്കൾ വള്ളസദ്യ കഴിച്ചോ, താങ്കൾ വള്ളംകളി കാണാൻ പോയോ? കുറേ വാക്യങ്ങൾ, അതിൻ്റെ അടി കുറേ വാക്യങ്ങൾ, ഇന്ന വാക്യം പുറപ്പാട് പുസ്തകത്തിൽ ഇന്നത് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്ട് എനിക്കറിയാൻ വയ്യാത്ത പോലെ പുറപ്പാട് പുസ്തകം. ഞാൻ പിന്നെ എടുത്തു നോക്കി, നമുക്കിനി അറിവുകേടാന്ന് എടുത്തു നോക്കി. അതിൻ്റെ അകത്തെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തൊക്കെയോ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഈ 2025 ആവശ്യമുള്ളത് എടുത്താൽ പോരെ. പഴയ നിയമത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ പോരെ. യേശു അപ്പോസ്തലന്മാരും ഒക്കെ പറഞ്ഞതും വ്യാഖ്യാനിച്ചതും എടുത്താൽ പോരെ. നമ്മൾ ഈ ആവശ്യമില്ലാത്ത എല്ലാം എന്തിനാണ് എടുക്കുന്നത്? നിന്റെ കുഞ്ഞിനെ പിടിച്ച് കല്ലേൽ അടിച്ച് എന്താ പറയുന്നത്, അടിച്ചു കൊല്ലുക, അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ ഈ സങ്കീർത്തനങ്ങളും. ചിലർ അതൊക്കെ വായിക്കും, ധ്യാനിച്ച് അവർ ദൈവം അവരോട് സംസാരിക്കും അതിലൂടെ. എന്തോ ക്രൂര. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ദേഷ്യം വന്നപ്പോൾ ദേഷ്യം വന്നപ്പോൾ യഹോവ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു വാക്കുണ്ട്, ചാണകം എടുത്തിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മുഖത്തോട്ട് ഒറ്റയേറും. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വായിച്ചാൽ പോലെ. അപ്പം അതുകൊണ്ട് ഈ യേശുവിൻ്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. വിഷമം കൊണ്ടങ്ങ് പറയുക, അല്ല ഈ ഉള്ളിൽ ഒന്നും വെച്ചോണ്ട് സംസാരിക്കുകയല്ല, വിഷമം കൊണ്ട് പറയും. അതുകൊണ്ട് എക്സ്ക്ലൂസീവിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഇൻക്ലൂസീവിസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അത് എങ്ങനെയാണത് കടന്നു വരേണ്ടത്? അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുക. ആ സ്നേഹത്തിൽ ഉള്ള ആ നടനം, അതിൽ ആനന്ദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദൈവത്തിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ, ദൈവം എങ്ങനെയാണ് ലോകത്തെ നോക്കിയത്, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത്,
ദൈവത്തിന് ഇതൊന്നുമായിട്ട് ബന്ധമില്ല. ഇവർ കുറേ 7 ഉപദേശങ്ങൾ, ഇതൊന്നും ദൈവത്തിന് ബന്ധമില്ല. ദൈവത്തെ ചുമ്മാതെ ഈ ഡോഗ്മയ്ക്കകത്തങ്ങ് കുരുക്കിയിടുക. പ്രമാണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രമാണത്തെ തന്നിരിക്കുക. പരിശുദ്ധാത്മാവ് ആ പ്രമാണത്തെ ഉള്ളിൽ തന്നിരിക്കും. ബൈബിൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടോ, ആ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ ചിന്തിക്കാനും വിശാലമായി ചിന്തിക്കാനും ആ ത്രിയേക ദൈവത്തെ, എൻ്റെ വിശ്വാസം ഓരോ ദിവസവും കൂടുകയാണ്, അതിന് മൂർച്ച കൂടുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു എനിക്ക് ഈ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന്, ഈ വിശുദ്ധിയും വേർപാടുകാരുടെ ചിന്താഗതിയിൽ നിന്ന് എനിക്ക് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രമാണവും വിശുദ്ധിയും വേർപാടും ചുമ്മാ ഓരോ പ്രസംഗിക്കുമ്പോൾ അങ്ങ് പറയുക, എന്നാൽ വിശുദ്ധിയുമില്ല വേർപാടുമില്ല. എനിക്കിതൊന്നും ഉണ്ടെന്ന് ഞാനൊട്ട് പറയുന്നുമില്ല. വിശുദ്ധിയുമില്ല വേർപാടുമില്ല, ഒന്നുമില്ല. ഞാനൊരു പച്ച മനുഷ്യനാകുവാനും സന്തോഷിക്കുവാനും ത്രിയേക ദൈവത്തിൽ എന്നെ ഞാനൊരു തെറ്റ് ചെയ്താൽ ക്ഷമിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാനത് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ആ ക്ഷമിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, എന്നെ കൈവിടാത്ത, എൻ്റെ ഉള്ളിൽ നിത്യജീവൻ നൽകിയ, നിത്യജീവൻ എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. നിത്യജീവൻ എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. ഇനി ഇങ്ങനെ നോക്കിയിരിക്കുക, ഇനി എന്തോ നിത്യജീവൻ. യേശു എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. ഒന്നാമത് യേശു വന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതുപോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത് കർത്താവ് വരുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. കാരണം ഒന്നാമത് വന്നത് തന്നെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ യേശു ഒന്നാമത് ഈ ഭൂമിയിലേക്ക്, അതായത് പിതാവായ ദൈവം പുത്രനായ യേശുവിനെ, അല്ലെങ്കിൽ പുത്രനെ, നിത്യനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പോലും എനിക്ക് കൃത്യമായി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ആ വലിയ ജ്ഞാനത്തിൻ്റെ മുൻപിൽ, അറിവിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്, ഒരു കുഞ്ഞിനെ പോലെയാണ്. അതുകൊണ്ട് എൻ്റെ കണ്ണുകൾ നിറയുന്നു, എൻ്റെ അധരങ്ങൾ വിറയ്ക്കുന്നു. സ്തുതി പാടുവാൻ ചിലപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. ഈ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവമേ നീ പരിശുദ്ധൻ. അധരങ്ങൾ കൊണ്ട് പറയുന്നു, എനിക്ക് പാടാൻ വേറെ ഒന്നുമില്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അല്ലാതെ ഭൂതം വരുന്നു, പ്രേതം വരുന്നു, പോരാട്ടമുണ്ട്, ബന്ധനമുണ്ട്, ഇതുപോലെ കുറെ മനുഷ്യനെ സൈക്കോളജിക്കൽ മാനിപ്പുലേറ്റ് ചെയ്ത, മാനസികമായി ജനങ്ങളെ തകർത്തും പേടിപ്പിച്ചും മാനസികമായി സമ്മർദ്ദത്തിലിട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഞായറാഴ്ച മേളോട്ടും താഴോട്ടും തുള്ളിപ്പിക്കുന്ന ആനിമിസത്തിലും ട്രൈബൽ മതങ്ങളിലുമുള്ള, ആദിവാസി മതങ്ങളിലുമുള്ള നൃത്തങ്ങളെയും തോൽവാദ്യങ്ങളെ കൊട്ടി ജനങ്ങളെ മേളോട്ടും താഴോട്ടും ചാടിപ്പിക്കുന്ന വെറും പ്രാകൃതമായ ഈ പരിപാടിയിൽ നിന്ന് കർത്താവിനെ സ്വതന്ത്രമാക്കി ഞാൻ പറയുന്നു, ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അല്ലാതെ എനിക്കിതിൻ്റെ ഇടയ്ക്ക് വേറെ ഭാഷയൊന്നും പറയേണ്ട ആവശ്യമില്ല. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കൈകൂട്ടി അടിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാനിവിടെ സാധാരണ വേഷം ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആ ദൈവത്തിൻ്റെ പ്രസൻസിനെ തിരിച്ചറിയുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പിതാക്കന്മാർ എഴുതി വെച്ചു. അവർക്ക് വേറൊന്നും പറയാനില്ല, അവർക്ക് രക്തം ഒന്നും പറയാനില്ല. എന്തിനായി രക്തം പറയുന്നത്? എന്തോ ദൈവം എന്തോ രക്തം കുടിക്കാൻ ഇറങ്ങി വരുന്ന ഭീകര ജീവി വല്ലതും ആണോ? പേടിയാണോ? ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആദ്യം പറയുന്നത് രക്തം. എന്തിനായി രക്തം പറയും? ആദിമ പിതാക്കന്മാർ പാടിയത് എന്താണെന്നറിയാവോ? കുമ്പനാട്ടെ മുളക്കടയിലും കാര്യമൊന്നുമല്ല. ആദിമസഭാ പിതാക്കന്മാർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാ പറഞ്ഞ, സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം. അതിനെ കൊങ്ങനം കാണിച്ചുകൊണ്ട് അവരെ ചീത്ത വിളിച്ചുകൊണ്ട് കുറെ പേരെ സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് കുറെ ബുദ്ധിയില്ലാത്തവരെയും കുറെ പേരെ ബുദ്ധി ഉള്ളവരെ ബുദ്ധി ഇല്ലാത്തവരാക്കി മാറ്റി, നോർമലായിട്ട് നടന്നവരെ അബ്നോർമലാക്കി മാറ്റി.
ഞാൻ നോർമലായിട്ട് പറയുകയാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ത്രിയേക ദൈവത്തിന് ആരാധന. എത്ര സന്തോഷമാണ്. ക്രൂശിക്കപ്പെട്ടവനെ അങ്ങ് പരിശുദ്ധനാണ്, ബലവാനെ അങ്ങ് പരിശുദ്ധനാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ, എൻ്റെ ഞരമ്പുകളിലൂടെ ആവേശം കോരിത്തരിക്കുകയാണ്. നിഖ്യ വിശ്വാസ പ്രമാണം പറയുമ്പോൾ. അല്ലാതെ ചുമ്മാതെ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൈ ഉളുക്കാൻ പോയി എന്നും, ഓട്ടോയിൽ വന്നപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നെന്നും, ഞാനപ്പോൾ അയ്യോ എന്ന് വിളിച്ചെന്നും യേശുവെന്ന് വിളിച്ചെന്നും പറയുന്ന കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉറുമ്പ് കടിച്ച കാര്യവും വയറ്റുവേദന മാറിയ കാര്യമൊന്നും അല്ല പറയാനുള്ളത് വൻ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ വൻ കാര്യങ്ങൾ പറയും. അപ്പോസ്തലപ്രവൃത്തി 2. വൻ കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള വൻ കാര്യങ്ങൾ. ദൈവം എന്ത് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇന്നലെ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, ഇവിടുന്ന് കിട്ടി, അതൊന്നുമല്ല. ദൈവമാരാണെന്നുള്ള വൻ കാര്യങ്ങൾ പറയുവാൻ പിതാക്കന്മാരുടെ എഴുത്തുകളിലൂടെ, അവരുടെ മാർമികമായ ദൈവം അവർക്ക് കൊടുത്ത മിസ്റ്ററീസിലൂടെ, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസുകളിലൂടെ ദൈവം അവർക്ക് കൊടുത്ത ആത്മീയ ചിന്തകളെ അവർ പരിശുദ്ധാത്മാവിൽ ചാലിച്ചെഴുതി. മാർ അപ്രേമിനെ പോലെയുള്ള ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇവിടെയുള്ള ഏതേലും അപ്പച്ചനും അമ്മച്ചി എഴുതിയ പാട്ടൊന്നുമല്ല. മാറപ്രേം, ചിലർക്ക് മാറപ്രേം, അത് മാറിപ്പോകുന്ന ഒന്നുമല്ല. മാറപ്രേം ആരാന്നറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കിന്നരം, ദ ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബൈബിൾ കോളേജിലും സെമിനാരികളിലും ഇതൊക്കെയാണ് പഠിപ്പിക്കും. അതിന് പകരം ചുമ്മാ കുറെ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഞാനൊരു വർഷിപ്പ് ലീഡറായിരുന്നു. എൻ്റെ പൊന്നെ, ഈ പരിപാടിയെല്ലാം കൂടെ കാണിച്ച് നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ആദിമസഭയുടെ, ആദിമ പിതാക്കന്മാരുടെ, ദ ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്, ദ പാട്രിസ്റ്റിക് റൈറ്റിംഗ്സ്, പാട്രിയാർക്സ്, ചരിത്രം പഠിക്കാൻ ഇടയായി. ചുമ്മാതെ 2 ചെറിയ ബുക്കും വാങ്ങിച്ച് സഭാചരിത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാനിരുന്നു. എന്നെ കളിപ്പിച്ചതാണ്. നല്ല 1-ാം തരം ബുക്കുകൾ വായിച്ചപ്പോൾ സഭയുടെ ചരിത്രം, പാട്രിസ്റ്റിക് റൈറ്റിംഗ്സ് ഒക്കെ വായിക്കാൻ ചെന്ന് നിന്നപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെ വായിക്കാൻ? അതിനതൊക്കെ അറിവെനിക്കില്ല, അതിനതൊക്കെ പ്രാപ്തി എനിക്കില്ല. അതിൻ്റെ മുൻപിൽ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് വിളിച്ചു പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവം നമ്മെ ഒരുമിപ്പിക്കട്ടെ. ഒരുമിച്ച് നിന്നാൽ ഭാരതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിനെ കുറിച്ചുള്ള സാക്ഷ്യം ഈ ഭാരത ജനതയ്ക്ക് നമ്മിലൂടെ, സഭയിലൂടെ വെളിപ്പെടുത്തി സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരോടും ദേഷ്യമില്ല, ആരോടും യാതൊരു പിണക്കവുമില്ല. യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിലാണ് പറഞ്ഞത്. വൈകാരികത ഒരു മനുഷ്യനെന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട്. വാക്കുകളിൽ, ഈ കമ്മ്യൂണിക്കേഷനിൽ വൈകാരികമായി പല കാര്യങ്ങളോട് ഞാൻ എതിർത്തിട്ടുണ്ട്. എതിർത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു ദുഃഖവുമില്ല. എതിർത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ പഠനത്തിലും ഗവേഷണത്തിലും കണ്ടെത്തിയതാണ്. അത് സത്യമാണെന്ന് മനസ്സിലാക്കിയത് ആദിമ സഭയുടെ മാറ്റമില്ലാത്ത ആദിമസഭയുടെ ചരിത്രം, ലിറ്റർജി, പ്രാർത്ഥനകളിലൂടെയാണ് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിറവുകളും നാം ഏവരുടെ മേലും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നല്ലൊരു ശുഭ രാത്രി നേരുന്നു. താങ്ക് യു കേട്ടിരുന്നതിന്.